പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ പകലിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദോഹ പെൻ്റെക്കോസ്റ്റൽ അസംബ്ലിക്ക് ആത്മീയ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം വഹിക്കുന്ന കർത്താവിൽ പ്രിയ ദൈവദാസൻ പാസ്റ്റർ ജോർജ് മാത്യു, ക്രിസ്തുവിൽ എൻ്റെ ദീർഘവർഷങ്ങളായി സ്നേഹിതനായിരിക്കുന്ന പ്രിയ ബ്രദർ ബ്ലെസൻ ആൻഡ് ഫാമിലി, അതുപോലെ പ്രിയ ബ്രദർ ബൈജു ആൻഡ് ഫാമിലി, ഇവരെ ഇത്രയും പേരെയാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്. ബാക്കി ഈ സഭയിലെ എല്ലാ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഞങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേരിന് മുമ്പ് ഡോക്ടറേറ്റ് പറഞ്ഞു, പക്ഷേ എൻ്റെ വൈഫ് ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല, MTH ആണ് അവൾ പഠിച്ചിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ നിങ്ങൾ സ്നേഹത്തോടെ കരുതിയതിൽ, ക്ഷണിച്ചതിലൊക്കെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു ടോപ്പിക്ക് ആണ് നമ്മൾ സംസാരിക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു സെമിനാറല്ല, ഇതൊരു ക്ലാസ്സല്ല, വിശുദ്ധ സഭായോഗമാണ് എന്നുള്ളത് കൊണ്ട് ഒരു വിഷയാധിഷ്ഠിതമായി പോകുമ്പോൾ തന്നെ ഒരു പ്രസംഗമായിട്ട് തന്നെ പോകണം എന്നുകൂടെ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാം അനുഗ്രഹമാക്കി മാറ്റട്ടെ. ഇന്ന് കുടുംബങ്ങളും കുഞ്ഞുങ്ങളുമൊക്കെ നേരിടുന്ന വെല്ലുവിളികൾ, അതിന് ദൈവികമായ പരിഹാരം, ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു വാക്യം വായിച്ച് നമുക്ക് തുടങ്ങാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനമായ വിഷയം റിഡംഷൻ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ബൈബിൾ പറയുന്നത് വീണ്ടെടുപ്പ് എന്ന വിഷയമാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ബൈബിൾ പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ഫാമിലി, കുടുംബം എന്നുള്ളത്. അപ്പോൾ ദൈവം എത്രത്തോളം കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. വിവാഹവേദിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. ബൈബിൾ ആരംഭിക്കുന്നു, പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ അടയാളം നടന്നത് ഒരു വിവാഹ വീട്ടിലാണ്. പിന്നെ ബൈബിൾ അവസാനിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള ആഹ്വാനത്തോടെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കൊരു വേദഭാഗം വായിച്ചു തുടങ്ങാം. ഇങ്ങനെ കുടുംബത്തെക്കുറിച്ച് പറയുന്നതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഭാഗം നമ്മൾ കാണുന്നത് എഫേസ്യ ലേഖനത്തിലാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. അതിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഒന്ന് പറഞ്ഞിട്ട് ഈ വേദഭാഗത്തേക്ക് വരാം. അവിടെ ദൈവത്തിൻ്റെ മറുപടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ളവർക്കറിയാം, വീടിനകത്ത് നമ്മളെല്ലാം സുരക്ഷിതരായിരുന്നു, കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരുന്നു. പക്ഷെ പുറത്തു പോകുമ്പോൾ, അന്നത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആധി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ പുറത്തു പോകുമ്പോൾ തെറ്റായ കൂട്ടുകെട്ടിലാണ് പെടുന്നത്, എന്തെങ്കിലും മോശമായ സ്വഭാവം അവരുണ്ടാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് മദ്യപാനമോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ, വല്ല സിനിമ കാണാനൊക്കെ പോകുന്നുണ്ടോ, അങ്ങനെ പുറത്ത് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ള കാര്യമായിരുന്നു മാതാപിതാക്കളെ ഒത്തിരി ഭാരപ്പെടുത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഒരു നാഗരികത അത്രത്തോളം വരാത്തൊരു കാലഘട്ടമായതുകൊണ്ട് ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ പോലും ഗ്രാമമൊക്കെ ആണെങ്കിൽ എല്ലാവരും അറിയും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളും ഒത്തിരി ശ്രദ്ധയോടെ, നമ്മളെപ്പോലുള്ള എല്ലാവരും ശ്രദ്ധയോടെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയില്ലെങ്കിലും അകത്തേക്ക് പിശാച് എന്ന് പറയാൻ കഴിയുമോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കാലത്തിൻ്റെ അനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യമാണ്. കമ്മ്യൂണിക്കേഷനിൽ വന്ന ആ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം TV വരുന്നു. TV വീടിനകത്ത് വന്നപ്പോൾ അതിൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ന്യൂസ് നമുക്കറിയാൻ സാധിക്കുന്നു. മറ്റു പല കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ തെറ്റായ കാര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് മാതാപിതാക്കൾ അല്പമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. കൂടുതൽ വീട്ടിൽ എന്തൊക്കെ കാണണം, എന്തൊക്കെ കാണരുത് എന്നുള്ളതിന് നിഷ്കർഷ വെച്ചു. പക്ഷേ ഇപ്പോൾ സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി എല്ലാ
അതിർത്തികളും ലംഘിച്ച് ഓരോരുത്തരും അവരവരുടെ സ്വകാര്യ മുറിക്കകത്ത് എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്ന് പോലും ആർക്കും മനസ്സിലാക്കാൻ കഴിയാതെ, വീടിന് പുറത്തല്ല അകത്തുപോലും ആരും സുരക്ഷിതരല്ല. സാത്താന്യമായ ഇൻഫ്ലുവൻസസിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ആ സാധ്യതകൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫാമിലി നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ ഓരോരുത്തരും ഈ കമ്മ്യൂണിക്കേഷൻ്റെ ആ കുതിച്ചുചാട്ടത്തോട് ബന്ധത്തിൽ വന്ന ഈ ഒരു വശത്ത് അനുഗ്രഹമാണ്, നമുക്ക് ആരെയും എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നു, ഏത് വിഷയം അറിയാൻ കഴിയുന്നു. അതുള്ളപ്പോൾ തന്നെ ഈ സ്വാധീനങ്ങൾ അതിൻ്റെ പിന്നിൽ വരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഇന്ന് വന്നിരിക്കുന്നൊരു വിഷയം, കുടുംബം എന്നുള്ളതിൻ്റെ ആ വാല്യൂ, ആ മൂല്യം, അതൊക്കെ ഒത്തിരി തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വിവാഹ ജീവിതം ഇത് ഏറ്റവും പരിപാവനമാണെന്നും, ഒരു പുരുഷനും സ്ത്രീയും വിവാഹത്തിലൂടെ ഒന്നിക്കുന്നു, ജീവിതാവസാനം വരെയുള്ള കമനൻ്റാണെന്നും അതിനത്രയേറെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം സമൂഹം മുഴുവൻ അങ്ങനെയായിരുന്നു. പക്ഷെ നമുക്കറിയാം, എല്ലായിടത്തും സ്വാധീനിക്കപ്പെടുന്നത് പൊതുവെ സിനിമയാണ് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. അപ്പോൾ ആളുകൾ, സെക്യുലറായിട്ടുള്ള ആളുകൾ ആരാധിക്കുന്ന അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ അവർ കാണുമ്പോൾ, അവർ തന്നെ പലരും വിവാഹ മോചനമൊക്കെ നടത്തിയപ്പോൾ ഇന്ന് സമൂഹത്തിൽ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമായി മാറി. കുടുംബത്തിൻ്റെ മൂല്യം ഇടിച്ചു കളയാനായിട്ട് പിശാചിന് സാധിച്ചു എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. മറ്റൊന്ന്, സമൂഹത്തിലുള്ള മൂല്യങ്ങളും അതിനും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു സമൂഹം നന്നാകണമെങ്കിൽ സമൂഹത്തിൽ ഉള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. കുടുംബം തകർന്നാൽ സമൂഹം തകരും. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പണ്ട് വെസ്റ്റേൺ കൺട്രീസിൽ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ പലയിടത്തും ആവർത്തിക്കുന്നതിന് പിന്നിൽ അടിസ്ഥാനപരമായി കുടുംബത്തിൻ്റെ തകർച്ചയാണ്. അങ്ങനെയെങ്കിൽ കുടുംബത്തിലേക്ക് നമുക്ക് വരാം. പ്രത്യേകിച്ച് ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ വിവാഹത്തിനായിട്ട് പോകുന്നു എന്നിവിടെ പറഞ്ഞു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു അവസരമാണ് എന്നെനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവികമായ പഠിപ്പിക്കൽ എന്താണ്, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ദൈവികമായ പരിഹാരത്തിന് ഒറ്റ മറുപടിയുള്ളൂ. വചനം എന്ത് പറയുന്നുവോ, കുടുംബത്തെ സ്ഥാപിച്ച ദൈവം എന്ത് പറയുന്നുവോ അതുപോലെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞ പല വിഷയങ്ങളും മുൻപിലുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മെ ബാധിക്കാതെ, നമ്മുടെ കുടുംബത്തെ ബാധിക്കാതെ, കുഞ്ഞുങ്ങളെ ബാധിക്കാതെ ദൈവം നമ്മെ സൂക്ഷിക്കാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം മുതലാണ് കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്നത്. ഞാൻ നിങ്ങളോട് പാസ്റ്ററിനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞല്ലോ അധ്യാപകനായിരുന്നെന്ന്. അതുകൊണ്ട് ഈ അധ്യാപകർക്കൊരു പ്രശ്നമുണ്ട്. അധ്യാപന ശാസ്ത്രം അല്ലെങ്കിൽ പെഡഗോഗിയിലുള്ളൊരു കുഴപ്പമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തോ ചെയ്യും, ചോദ്യം ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിച്ച് തുടങ്ങാം. സ്തോത്രം. ഇവിടെയുള്ളവരൊക്കെ വളരെ വചന പാണ്ഡിത്യമുള്ളവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒത്തിരി വിവാഹങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പലരും വിവാഹം കഴിച്ചവരാണ്. വിവാഹം കഴിച്ചെന്നത്തെ ദിവസം ഒന്നും പറയേണ്ട ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന കാണാം. പക്ഷേ മറ്റുള്ളൊരു വിവാഹത്തിന് പോയി നിങ്ങൾ അതൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, സാധാരണ വിവാഹം നടത്തുന്ന കർത്തൃദാസന്മാർ ഒരു യുവാവിനെയും യുവതിയെയും തമ്മിൽ വിവാഹത്തിന് വേണ്ടി തയ്യാറാക്കുന്നതിന് മുൻപ്, അവരെ കരങ്ങൾ ചേർത്ത് പിടിക്കുന്നതിന് മുൻപ് ചോദ്യം ചോദിക്കും. നിന്റെ സമീപം നിൽക്കുന്ന ഇന്നയാളെ ഭാര്യയെ സ്വീകരിപ്പാൻ സമ്മതമാണോ എന്ന് ഭർത്താവിനോട് ചോദിക്കുന്നു. എന്നിട്ട് മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നീ അവളെ ഡാഷ് 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 3 കർത്തവ്യങ്ങൾ പറയും. അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിന് സമ്മതിക്കണം. അതുപോലെ തിരിച്ച് ഭാര്യയോടും ചോദിക്കും. ഭർത്താവിനെ അടുത്ത് നിൽക്കുന്ന ഈ യുവാവിനെ ഭർത്താവായി സ്വീകരിപ്പാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. അതിനുശേഷം 3 ഈ പ്രധാന ഉത്തരവാദിത്തങ്ങൾ പറയും. അത് ചെയ്യാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കും. നാം വിവാഹം കഴിച്ചു പിടിക്കുന്നവരൊക്കെ അത് സമ്മതിച്ചു വരാം. പ്രൈസ് ദി ലോർഡ്. ഇനി അത് കഴിഞ്ഞിട്ട് കൈകൾ ചേർത്ത് പിടിച്ച് ഈ വാചകം ചൊല്ലിക്കൊടുക്കുമ്പോഴും ഇതേ വാക്കുകൾ ആവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി ചോദ്യം ഇതാണ്, ഭർത്താവ് ഭാര്യയോട് ബന്ധത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനമായ 3 കാര്യങ്ങളാണ് സാധാരണ പറയാറ്. ചിലപ്പോൾ കൂടുതൽ പറയുന്ന ദിവാസന്മാരുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി 3 എണ്ണമുണ്ട്. ആദ്യമാർക്ക് അവസരം തരണ്ടേ? സഹോദരന്മാർക്ക് അവസരം തരാം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, പോറ്റി പുലർത്തണം,
ഞാൻ പല സമൂഹത്തിലും ചോദിച്ചിട്ടുണ്ട്, ഇത് രണ്ടും കറക്റ്റായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്താണ് പ്രശ്നം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ചിലപ്പോഴൊക്കെ നിങ്ങൾ പറയാൻ പഠിച്ച് ഇവിടുന്ന് ആൻസർ വരാറുണ്ട്, ഇവിടുന്ന് വന്നില്ല, എന്തായാലും ദൈവത്തിന് കൃപയാൽ. ഇനി സഹോദരിമാരോട് ചോദിക്കുന്നു, ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കണം, സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനിക്കണം, ഒരു പ്രാവശ്യം കീഴ്പ്പെട്ടാൽ മതി, ഒത്തിരി പ്രൈസല്ല. കീഴ്പ്പെടണം, ബഹുമാനിക്കണം. ആര് പറഞ്ഞു? അനുസരിക്കണം. ഓക്കെ, ഇനി സഹോദരന്മാർക്ക് ഒന്നുകൂടെ അവസരം തരുന്നു. ഭാര്യയെ സ്നേഹിക്കണം, പോറ്റി പുലർത്തണം. പ്രൈസല്ല. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാമെങ്കിലും അത്രയും മനസ്സിൽ കയറാത്തോണ്ടല്ലോ പ്രശ്നമാണെന്ന് തോന്നുന്നു. അനുസരിപ്പിക്കണോ? അതൊട്ടും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുസരിക്കാൻ അവർ തയ്യാറാണ്, നമ്മൾ അനുസരിപ്പിക്കാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഭാര്യയെ ഭർത്താവ് ബഹുമാനിക്കണം. അങ്ങനെ വാക്യമുണ്ടോ? ഭർത്താക്കന്മാരെ സ്ത്രീകൾ ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കുറ്റവാശികളുമെന്ന് ഓർത്ത് അവർക്ക് എന്ത് കൊടുക്കണം? ബഹുമാനം കൊടുക്കണം. സഹോദരിമാരെങ്കിലും ഒരു സന്തോഷത്തോടെ സ്തോത്രം പറയുന്നതെന്ന് വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഭാര്യ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നല്ല. ഈ എളുപ്പത്തിൽ തകരാൻ സാധ്യതയുള്ളതിന് വളരെ ശ്രദ്ധയോടെ ഇച്ചിരി ബഹുമാനത്തോടെയൊക്കെ കരുതണം. സ്തോത്രം. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാതിരിക്കുക. എനിക്ക് ദൈവം നൽകിയ പാർട്ട്ണറാണെന്നുള്ള ആ സ്നേഹത്തോടെ, ആ ബഹുമാനത്തോടെ ഭർത്താവ് എപ്പോഴും ഭാര്യയെ ചേർത്ത് നിർത്തണമെന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, പോറ്റി പുലർത്തണം, പിന്നെ ബഹുമാനിക്കണം, ചിലർ മാനിക്കണം എന്നുള്ള ആ പദം കൊണ്ട് നിർത്താറുണ്ട്. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, കീഴ്പ്പെടണം, ബഹുമാനിക്കണം. ഈ 3നോട് ബന്ധത്തിലാണ് ബാക്കിയുള്ള എല്ലാ കടപ്പാടുകളും വരുന്നത്. സ്തോത്രം. ഞാൻ ഒരു 28 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കുടുംബമായിട്ട് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം. പല സഭകളിൽ, നാട്ടിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ പാസ്റ്ററായിരുന്നു ഞാൻ, ഇവിടെയാണ് ഡിവൈൻ ന്യൂ ലൈഫ് ഫെലോഷിപ്പിൻ്റെ പാസ്റ്ററായിട്ട് വന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പല ചർച്ചുകളിലും അനേക കുടുംബങ്ങളുമായിട്ടുള്ള പരിചയങ്ങളുള്ളത് കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം. ഏതൊക്കെ കുടുംബങ്ങളിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കുടുംബങ്ങൾ സ്വർഗമാണ്, അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങളിൽ എവിടെയൊക്കെയോ ശ്രദ്ധക്കുറവ് വന്നു. ഒന്നുകിൽ ഭർത്താവ് സ്നേഹിക്കാൻ പിശുക്ക് കാണിക്കുകയോ മറന്നു പോകുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ബഹുമാനിപ്പാനും കീഴടങ്ങാനും തയ്യാറാകാതെ വരുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ മാത്രമാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വേദഭാഗത്ത് 5-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. നമ്മളതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. പിന്നെ താഴേക്ക് വരുമ്പോൾ 33 വീണ്ടും പറയുന്നു, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. വിവാഹ ജീവിതം, കുടുംബജീവിതം അനുഗ്രഹമായിരിക്കണമെന്ന് പറയുമ്പോൾ അതിന് പിന്നിലൊരു സംഗതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കുമെങ്കിലും വിവാഹിതരാകാൻ പോകുന്നവർ ചെയ്യേണ്ട കാര്യം എന്താണ്? മാട്രിമോണിയിൽ പരസ്യം കൊടുക്കും. അതാണ്. എന്താണ് വിവാഹം കഴിക്കാൻ പോയിട്ട് ചെയ്യേണ്ട? പ്രാർത്ഥിക്കണം. പ്രൈസ്. നിങ്ങളൊക്കെ വളരെ ആത്മീയരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും. ഒരു ദൈവദാസൻ ഒരിക്കൽ പ്രസംഗിച്ച് ഞാൻ കേട്ടു, നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ചുരുങ്ങിയത് ഒരു 3 വർഷമെങ്കിലും പ്രാർത്ഥിക്കണം. വിവാഹത്തിന് മുൻപ് 3 വർഷമെങ്കിലും പ്രാർത്ഥിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾ പറയാറുണ്ട്, പപ്പ 3 വർഷം പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നല്ല മമ്മി കിട്ടിയായിരുന്നെങ്കിൽ, ഒരു 5 വർഷം പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല മമ്മി കിട്ടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് കേട്ട നാൾ മുതൽ എൻ്റെ മനസ്സിൽ അതുകൊണ്ട്. നമുക്കറിയാം, ഒരു വിവാഹത്തിന് സമയമാകുമ്പോൾ ദൈവം നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും എല്ലാം ഒരുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏറ്റവും പ്രാധാന്യം നമ്മുടെ തിരഞ്ഞെടുപ്പിനേക്കാൾ ദൈവത്താലുള്ള
ഒരു പാർട്ട്ണറെ ലഭിക്കാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം നമുക്ക് ആരുടെയും ഉള്ളു കാണാൻ കഴിയത്തില്ല, സംസാരം കൊണ്ട് ആരെയും പിടികിട്ടത്തില്ല. പെണ്ണ് കാണാൻ പോകുമ്പോൾ രണ്ടുപേര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ കുറച്ചുകൂടെ ഒക്കെ സാധ്യതകൾ കൂടുതൽ വർദ്ധിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും പണ്ടൊക്കെ നമ്മുടെ അപ്പനമ്മമാരുടെ കാലത്ത് അവർ കണ്ടിട്ട് പോലും എന്നൊക്കെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മുടെയൊക്കെ കാലത്ത്, ഞാൻ പറഞ്ഞത് എൻ്റെയൊക്കെ പ്രായം, എനിക്ക് 55 വയസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെയൊക്കെ പ്രായത്തിൽ പെണ്ണ് കാണുന്നു, ആ കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ ഇന്ന് അത് കഴിഞ്ഞ് വിവാഹ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കാനൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ നമ്മൾ ആരെങ്കിലും പിടികൊടുത്ത പുള്ളികളാണ് അവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് എത്ര നല്ല സ്വഭാവമായിരുന്നു. കാണാൻ വന്നപ്പോൾ ഇത്രയും വിനയമുള്ളൊരു പുള്ളിക്കാരത്തിയെ ആ പുള്ളിക്കാരൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹത്തോടെ നോക്കുന്ന ഒരു മനുഷ്യനെ പുള്ളിക്കാരത്തി കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയായിരുന്നു. കാരണം നമ്മുടെ നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കുമുള്ള വ്യക്തിത്വത്തെ തമ്മിൽ അറിയാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പ്രാർത്ഥിക്കണം, ദൈവത്താലുള്ളത് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഹിതപ്രകാരമുള്ള ഒരു ഭാര്യയെ എനിക്ക് നൽകണമേ, അത് അങ്ങേ വീട്ടിൽ അന്നാമ്മയാകണമേ എന്ന് പ്രാർത്ഥിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങോട്ട് സജഷൻ ഒന്നും വെക്കണ്ട. ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിച്ചില്ലല്ലോ കുഴപ്പം എന്താണെന്നറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കിട്ടുന്ന പാർട്ടിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടു നടക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ. കാരണം പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ച് കൊണ്ട് നടക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ മറുവശം. സ്തോത്രം. ഇനി ഈ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ആ സ്നേഹം എങ്ങനെയൊക്കെയാണ്? എന്തുകൊണ്ടാണ് സഹോദരിമാരോട് സ്നേഹിക്കാൻ പറയാത്തെന്നറിയാമോ? ഇവർ പണ്ടേ ഭയങ്കര സ്നേഹത്തിൻ്റെ ആൾക്കാരാണ്. അവർ എല്ലാം കൊണ്ടും, സ്ത്രീയും പുരുഷനും എല്ലാം ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടൊക്കെ വ്യത്യസ്തതകളുണ്ട്. പക്ഷേ അത് പരസ്പര പൂരകമാണ്, കോംപ്ലിമെൻ്ററി ആണ്. സഹോദരിമാർ സ്നേഹത്തിൻ്റെ ആളുകളായതുകൊണ്ട് പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും അവർ നന്നായിട്ട് സ്നേഹിക്കും. പക്ഷേ സ്നേഹിക്കാൻ പിശുക്കുള്ളവരാരാണ്? ഞങ്ങൾ സഹോദരന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സ്നേഹം എങ്ങനെയൊക്കെയാണ്? ഒരു ദേവദാസൻ വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ ഐസക് മാത്യു സാറ് സ്നേഹത്തിന് 5 ഭാഷകളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. 5 ലവ് ലാംഗ്വേജസ്. 5 സ്നേഹത്തിൻ്റെ ഭാഷകൾ നമുക്കറിയാവുന്ന സംഗതി തന്നെയാണ്. ഒന്ന്, സംസാരം, ടോക്ക്. സംസാരം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ഭാര്യ ഭർത്താക്കന്മാരെ എത്ര നേരം സംസാരിച്ചാലും തീരത്തില്ല. ചിലർ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്ക് അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താ അതിൻ്റെ കാര്യം എന്നറിയാമോ? ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് മുതൽ അത് പ്രാവർത്തികമാക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഈ കോംപ്ലിമെൻ്ററി ടോക്കുണ്ട്, കോൺട്രഡിക്ടറി ടോക്കുണ്ട്. ഈ സംസാരത്തിൽ ഒന്ന് വൈരുദ്ധ്യപരമായ സംസാരമുണ്ട്, മറ്റൊന്ന് പരസ്പര പൂരകമായ സംസാരം. ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവ് പറയുകയാണ്, എന്തൊരു ചൂടാ. അപ്പോൾ ഭാര്യ അടുത്തിരുന്ന് പറയുക, ശരിയാ, മഴ പെയ്തിട്ട് എത്ര ദിവസമായി. അപ്പോൾ ഏത് ടോക്കായത്? കോംപ്ലിമെൻ്ററിയാണ്. കാരണം ഭർത്താവ് എന്ന് പറഞ്ഞു, അതിനോട് ചേർന്ന് ഭാര്യ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഭർത്താവ് പറയും, അപ്പോൾ വീണ്ടും ഭാര്യ പറയും. പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് സമയം പോകുന്നത് ഇവരറിയത്തില്ല. പക്ഷേ കോൺട്രഡിക്ടറി ടോക്ക് എന്നറിയാമോ? ഇതേ കാര്യം തന്നെ ഭർത്താവ് പറയുക, എന്തൊരു ചൂടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം ചൂടാ. അവിടം കൊണ്ട് എന്ത് ചെയ്തു? തീർന്നു. പ്രൈസ് ദി ലോർഡ്. പലർക്ക് രഹസ്യം പിടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് സംസാരിക്കാതെ ഈ നാടുകൾ നടക്കുന്നതും കൂട്ടുകാരുടെ കൂടെ പോകുന്നതും ഒക്കെ ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഈ സ്നേഹം സംഭാഷണത്തിൽ തന്നെ വ്യക്തമായി വെളിപ്പെടുമ്പോൾ, രണ്ടുപേർ തമ്മിലുള്ള ആശയവിനിമയം ശരിയായിട്ട് വരുമ്പോൾ ആ അടുപ്പം ഒന്നുകൂടെ കൂടുകയാണ്. പിന്നെ ഈ ടോക്കിൻ്റെ ഞങ്ങൾ ഭർത്താക്കന്മാർ, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാനും വരുന്നുണ്ട്, എന്തൊക്കെയാണ് പ്രസംഗിക്കുന്നത് കേൾക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയാൽ ആമേൻ. 27 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്, വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും കാമുകനും കാമുകിയാന്നൊക്കെ ഇടയ്ക്ക് അവർ പറയും. പ്രൈസ് ദി ലോർഡ്. അത്രയേറെ സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം ഇതുവരെ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള കർത്തൃദാസന്മാർ പറഞ്ഞതും കേട്ടതുമൊക്കെ അനുസരിക്കുകയും ആ നിലയിൽ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. ഈ ഭർത്താക്കന്മാർ പലപ്പോഴും ഈ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ചിരിപ്പിക്കുക. നല്ലൊരു കറി വെച്ചാൽ
ഇന്ന് ടേസ്റ്റ് ഉണ്ടല്ലോ, നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കേൾക്കാൻ ഭാര്യ ആഗ്രഹിക്കുന്നു. പക്ഷേ പിന്നെ ഭാര്യമാർ സംതൃപ്തി കൊള്ളുന്നത് ഇന്ന് കുറ്റമൊന്നും പറഞ്ഞില്ലെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കഴിക്കുന്ന കാണുമ്പോൾ കുഴപ്പമില്ലാതെ കഴിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ അവർ സമാധാനിക്കുന്നു. അവർ ഡ്രസ്സ് ഇടുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളാണെങ്കിൽ ഭാര്യയോട് ചോദിക്കും എങ്ങനെയുണ്ട്, അവർ ചോദിക്കത്തില്ല. കണ്ടോ നോക്കട്ടെ, മനസ്സിലായി നോക്കട്ടെ, എന്നെ പറയുമെന്ന് നോക്കട്ടെ. അപ്പോൾ അപ്രീഷിയേഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നു? ഭാര്യമാർ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പണ്ട് കേട്ടിട്ടുണ്ട് ഒരു അപ്പച്ചന് ഇതുപോലുള്ള ഒരു ക്ലാസ്സിൽ, പിന്നെ വിവാഹിതർക്ക് വേണ്ടിയുള്ള ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ പ്രസംഗിച്ച ആൾ പറഞ്ഞു, രാവിലെ ഭാര്യ ബെഡ് കോഫിയുമായിട്ട് വരുമ്പോൾ താങ്ക് യു ഹണി എന്നൊക്കെ പറയണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പച്ചന് മനസ്സിലായി, ഇത്രയും വർഷമായിട്ട് എൻ്റെ ഭാര്യ എനിക്ക് ബെഡ് കോഫി കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും പറയണമെന്ന് ചിന്തിച്ച് പിറ്റേ ദിവസം രാവിലെ അമ്മച്ചി കോഫി ആട്ടി വന്നപ്പോൾ അപ്പച്ചൻ ഹണിയൊന്നും പറഞ്ഞില്ലും താങ്ക് യു എന്ന് പറഞ്ഞു. അമ്മച്ചി മാറത്തടിച്ച് കരഞ്ഞു. നീ എന്തിനെ കരയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അല്ല ചാകാൻ നേരത്തെ ചില മനുഷ്യർക്ക് എങ്ങനെ വ്യത്യാസം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവസാന സമയമല്ല മാറ്റങ്ങൾ വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവിതത്തിൽ ഇന്നേ വരെ നമ്മളെ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണെങ്കിൽ ആമേൻ സംസാരത്തിൽ ഏറ്റവും ആമേൻ ശ്രദ്ധിക്കേണ്ട കാര്യം അന്യോന്യം. ഇനി ഭർത്താവിന് ഏറ്റവും വലിയ പ്രോത്സാഹനമാരായിരിക്കണം? ഭാര്യയായിരിക്കണം. ഭാര്യയാണ് ഭർത്താവിന് ഏറ്റവും ബഹുമാനം കൊടുക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്ന ഒരാളാണ്. യാക്കോബായ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് നല്ല മദ്യപാനിയായിരുന്നു, ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു, ചീട്ടുകളിക്ക്, അങ്ങനെ എല്ലാ ദുസ്വഭാവവും ഉള്ള ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ പിതാവിനെതിരെ ഞങ്ങൾ മക്കൾ സംസാരിക്കാൻ അനുവദിക്കാതെ പിതാവിൻ്റെ ആ ബഹുമാനം, പിതാവിനോടുള്ള ആ ബഹുമാനം എപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു പ്രായമായപ്പോഴും യൗവനത്തിലെത്തിയപ്പോഴും പിതാവ് പല തെറ്റായ കാര്യങ്ങൾ ചെയ്താലും ചോദ്യം ചെയ്യാൻ ഒരു ഭയമായിരുന്നു. കാരണം ചെറുപ്പം മുതൽ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പനെ ബഹുമാനിക്കണമെന്ന്. അപ്പന് ബഹുമാനം കിട്ടണമെങ്കിൽ അത് ആദ്യം കൊടുക്കേണ്ടത് അമ്മയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൂടെ ചേർത്ത് ഞാൻ പറയുന്നു, അപ്പോൾ അന്യോന്യം നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ പ്രോത്സാഹനത്തിൽ അവന് സ്നേഹത്തിൻ്റെ ഭാഷ വരുന്നത് അവിടെയാണ്. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ ഏത് ടോക്കിലേക്ക് നമ്മൾ വരും? കോംപ്ലിമെൻ്ററി. പ്രൈസ് ദി ലോർഡ്. അത് ഇടയ്ക്കിടയ്ക്ക് ഈ കോൺട്രഡിക്ടറി വരുമ്പോൾ ഓർത്തോണം പാസ്റ്റർ പറഞ്ഞ കാര്യം. സ്തോത്രം. 2, ഈ സ്നേഹത്തിൻ്റെ ഭാഷയിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് സമയം. സമയം ഒന്നിച്ച് ചെലവഴിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നേ? മുഖത്തോട് നോക്കിയിരുന്നാണോ അതോ നാലുപാടും നോക്കിയാണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാ പറ്റി? ഒരു മൗനം പോലെ. പ്രൈസ് ദി ലോർഡ്. ഈ ആരംഭകാലത്തൊക്കെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് എത്ര സംസാരിച്ചാലും നമ്മൾ മറന്നു പോകാതെ, അല്ലെങ്കിൽ സമയം മറന്നുപോയി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ തിരക്കുകൾ ഉണ്ടാകാം, മറ്റു പല പ്രാരാബ്ദങ്ങളുണ്ടാകാം, ജോലിയുടെ ടെൻഷൻ ഉണ്ടാകാം. എൻ്റെ പാസ്റ്ററെ ഓക്കെ, ഗൾഫിലെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, രണ്ടുപേരും ജോലിക്ക് പോകുന്നു, ഇതൊക്കെ സാധ്യതയാണ്. പക്ഷേ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ, അത് ഭാര്യയും ഭർത്താവും മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളും ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ, പണ്ട് കൂട്ടുകാർ ഒരുമിച്ചിരുന്നാൽ അവർ അന്യോന്യം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 4 കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് 4 പേരും അവരവർ ഫോണിലായിരിക്കും. ചിലപ്പോൾ ആ ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇന്ന് ഒത്തിരി ഈ പ്രയർ ടൈമിനെ, സ്ക്രീൻ ടൈം അപഹരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഒരുമിച്ചുള്ള ഫെലോഷിപ്പിനെ, ഒരുമിച്ചുള്ള കൂട്ടായ്മയെ, സന്തോഷത്തെ ഒക്കെ ഇത് കെടുത്തിക്കളയുന്നൊരു കാലത്താണ്. അതുകൊണ്ട് ഒരുമിച്ച് കുടുംബമായിട്ടിരിക്കുമ്പോൾ അന്യോന്യം കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുവാൻ, ടൈം ചെലവഴിക്കാനായിട്ട് നമുക്ക് കഴിയണം. 3, സമ്മാനം സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മയൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ എന്തെങ്കിലും ചായക്കട പലഹാരം കൊണ്ടുവരുന്നത് ഞങ്ങൾ കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. കൊണ്ടുവരുമെന്ന് ഉറപ്പായിരുന്നു. അത് വളരെ ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഇന്നിപ്പോൾ നമുക്ക് അത്രയ്ക്കും ഉള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നു? സമ്മാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു, ഭാര്യ ഭർത്താവിന് സമ്മാനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ സമ്മാനത്തിലൂടെയും കരുതുന്നു. ഈ ഭർത്താക്കന്മാർ പലപ്പോഴും മറന്നു പോകുന്ന ചില സംഗതികളുണ്ട്. എന്താ സഹോദരിമാരെ? കറക്റ്റ് ആൻസർ ഇവിടെ നിന്ന് വരുന്നുണ്ട്. വെഡിങ് ആനിവേഴ്സറി.
വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല, ചിലപ്പോൾ ഭാര്യയുടെ ജന്മദിനം പോലും മറന്നിരിക്കും. പക്ഷേ ഇതൊക്കെ കറക്റ്റായിട്ട് ഓർക്കുന്നവരാണ് ഇവരത് ഓർത്തിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ മതി, ചെറിയ കാര്യം മതി. എന്നെ കരുതുന്നില്ല, എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെയുള്ള ഭാരമുണ്ടാകാൻ. അതുകൊണ്ട് സമ്മാനം അതിൻ്റെ ഭാഗമാണ്. സ്തോത്രം. പിന്നെ സേവനം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ പണ്ടത്തെ കാലത്തൊക്കെ ഭാര്യ അടുക്കളയിൽ കഷ്ടപ്പെട്ട് കരിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഭർത്താവ് പറഞ്ഞത് എൻ്റെ ലുങ്കി എവിടെയാ, എൻ്റെ കർച്ചീഫ് എവിടെയാ, ഇതും കൂടെ എടുത്തു കൊടുക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സഹോദരന്മാരൊക്കെ ഒത്തിരി മാറിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മൾ അല്പം കൂടെ എന്ത് ചെയ്യുന്നു സഹോദരിമാരെ? കെയർ ചെയ്യുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. സഹായിപ്പാൻ കഴിയുന്ന വിധത്തിൽ ഒക്കെ സഹായിപ്പാനായിട്ട് തയ്യാറാകുന്നു. ആമേൻ. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, അതുകൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിക്കാം ഭാഗം. സ്പർശനം സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ്. അമ്മയുടെ സ്നേഹത്തോടെയുള്ള ലാളനയാണ് ഏത് കുഞ്ഞിനെയും ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നത്, ധൈര്യപ്പെടുത്തുന്നത്. ആ ടച്ച് ഭയങ്കര പല കാര്യങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ബ്രെയിനിൻ്റെ പ്രവർത്തനം മുതൽ പലതിനെക്കുറിച്ച് പിന്നെ സൈക്കോളജി പഠിച്ചവർ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല, ഭാര്യയും ഭർത്താവും കിടന്ന് ഉറങ്ങുമ്പോൾ ഒരാൾ മറ്റേയാളുടെ ദേഹത്ത് ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി പോയി നോക്കിക്കോ, നിങ്ങൾ ഒന്ന് കൈ വെച്ച് നോക്കുക, ഉറങ്ങാൻ കിടക്കുന്നയാളെ ദേഹത്തേക്ക് ഒന്ന് കൈ വെച്ച് നോക്കിക്കോ, ഉടനെ കൂർക്കം വലിക്കുന്നതാണ്. അതുവരെ നന്നായിട്ട് ചെറിയ ഉറക്കത്തിലായിരിക്കാം, പക്ഷെ ഒരു സ്പർശനം ചെല്ലുമ്പോൾ ഉറക്കം ഒന്നും കൂടെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്പർശനത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി വേഗത്തിൽ ഞാൻ വിവാഹ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ അപ്പോൾ സ്നേഹിക്കണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, അത് ഏറ്റവും പ്രാധാന്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ പ്രതികരണം രണ്ട് ഭാഗത്തും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും കണ്ട് ഈ വിവാഹം ഒത്തിരി മോചനങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. പക്ഷേ വിവാഹം കൊണ്ട് കുറേ ഗുണമുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഒരു ഭർത്താവിനെ കിട്ടിയാൽ നല്ലൊരു സെക്യൂരിറ്റി ഗാർഡാണ്, ആക്രമിക്കത്തില്ല. ഇടി മിന്നലൊക്കെ ഉള്ള സമയത്ത് കൂടെ കിടന്ന് ഉറങ്ങിക്കോളും, പറയുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വരും, നല്ലൊരു ഡ്രൈവറാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് ഈ സേവനങ്ങൾക്കെല്ലാം കൂടെ മാസം ഒരു 50,000 ചിലവ് വരും. അപ്പോൾ ഒരു ചിലവും ഇല്ലാതെ എന്ത് ചെയ്യാം? ഇതാണ് ഭർത്താവിനെ കൊണ്ടുള്ള ഗുണമെന്നാണ് കണ്ടത്. പിന്നെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നല്ലൊരു പാചകക്കാരിയാണ്, വഴക്ക് പറഞ്ഞ ഉടനെ പോകത്തില്ല, സ്നേഹം കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണമായതുകൊണ്ട് രുചി കൂടും, തുണി കഴുകും, വീട് തുടയ്ക്കും, കുഞ്ഞുങ്ങളെയും പേരൻസിനെയും ഒക്കെ നോക്കും. അപ്പോൾ അവർ പറഞ്ഞ് ഇതൊക്കെ കൂടി ചെയ്യാൻ പറ്റിയ ഒരാളെ നോക്കി ഒരു 40,000-40,000 രൂപ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ശമ്പളം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ പ്രോഫിറ്റ് മനസ്സിലായില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇത്രയേറെ അനുഗ്രഹമായ കാര്യമാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി ഈ വേദഭാഗത്ത് നമ്മൾ വായിച്ചതിലേക്ക് ഞാൻ വരാം. അതിങ്ങനെയായിരുന്നു: അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പം വിവാഹ ജീവിതത്തിലൂടെ സംഭവിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ലീവ്, ക്ലീവ് ആൻഡ് ബി വൺ. വിടുക, ചേരുക, ഒന്നായി തീരുക. ഈ ഭാഗം, ഈ വായിച്ച വേദഭാഗം 4 പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ ആവർത്തിച്ചിരിക്കുന്ന ഒരു പദമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് പല നിരയിലുള്ള മാരേജുകളുണ്ട്. ഒന്ന് കോൺട്രാക്റ്റ് മാരേജുകളുണ്ട്. ലിവിങ് ടുഗദർ ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ബൈബിൾ പറയുന്ന ശരിയായ കുടുംബജീവിതം, വിവാഹം എന്ന് പറയുന്നത്. നമുക്കറിയാം, 2 പേപ്പർ തമ്മിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലിപ്പ് കൊണ്ട് യോജിപ്പിക്കാൻ കഴിയും. ആ ക്ലിപ്പ് വലിച്ചൂരിയാൽ 2 പേപ്പറും 2ആയി. ഇതിനെയാണ് പിന്നെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്നത്. ഏത് നിമിഷവും ബന്ധം വേർപെടുത്താൻ കഴിയുന്നത്. ഒന്നുകൂടെ അത് ഒരു സ്റ്റാപ്ലർ വെച്ച് നമ്മൾ ക്ലിപ്പല്ല സ്റ്റാപ്ലർ ചെയ്യുകയാണെങ്കിൽ അത് ഇച്ചിരിയുടെ ബുദ്ധിമുട്ടായിരിക്കാം അത് തമ്മിൽ വേർപിരിക്കാനായിട്ട്. പക്ഷേ ഈ 2 പേപ്പർ തമ്മിൽ ഒട്ടിച്ചു ചേർത്താൽ എന്ത് സംഭവിക്കും? ഒരിക്കലും അത് രണ്ടും വേർപിരിക്കാൻ കഴിയത്തില്ല. അത് വേർപിരിക്കാൻ ശ്രമിച്ചാലും രണ്ടിനും ദോഷം സംഭവിക്കും. ശരിയായി വചനം പറയുന്ന, ബൈബിൾ പറയുന്ന ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ഒരു വ്യക്തി വിടേണ്ടതിനെല്ലാം വിട്ട്, രണ്ടുപേരും വിടേണ്ടതിനെല്ലാം വിട്ടിട്ട് അവർ തമ്മിൽ ഒരുമിച്ച് ചേരുന്നതിന്, സന്തോഷത്തോടെ പോകുന്നതിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചിട്ട് അന്യോന്യം ചേരുമ്പോഴാണ് ആ വിവാഹം അനുഗ്രഹമായിട്ട് തീരുന്നത്. സ്തോത്രം. വിവാഹത്തിൽ
സംഭവിക്കേണ്ട, ഞാൻ ആശയവിനിമയത്തെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹ ജീവിതത്തിൽ ബൈബിൾ പറയുന്ന എല്ലാവിധമായ, ബൈബിൾ അനുവദിക്കുന്ന എല്ലാ സന്തോഷങ്ങളും അത് ദൈവത്താൽ അനുഭവിക്കാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് എല്ലാറ്റിനും അനുവാദം തന്നിട്ടുള്ള ദൈവമാണ്, അതിന് സമയം വെച്ചിട്ടുള്ള ദൈവമാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, നമുക്കറിയാം നാട്ടിലൊക്കെ ചെടികൾ, ഈ ബുഷ് എന്ന് പറയുന്ന ഈ ചെടിയുണ്ട്. ചെടി എന്ന് പറയാൻ പറ്റില്ല, അത് പുല്ലെന്ന് പറയാം അല്ലേ. അതിനെ വെട്ടി നിർത്തിയാൽ എന്താണ്, കാണാൻ വളരെ മനോഹരമാണ്. പക്ഷെ തോന്നുന്നത് പോലെ വളരാൻ അനുവദിച്ചാലോ അത് വെറും കാടാണ്. അതുപോലെ ഇവിടെ മനോഹരമായിട്ട് നമ്മുടെ സഹോദരന്മാർ പാട്ടുപാടി. എൻ്റെ തൊണ്ടയിലൂടെ വരുന്ന ശബ്ദം ഞാൻ ചുമ്മാ പുറത്തേക്ക് വിട്ടാൽ, ഒരു നിയന്ത്രണമില്ലാതെ പുറത്തേക്ക് വിട്ടാൽ അതെന്താണ്, അത് വെറും ബഹളമാണ് അല്ലേ. പക്ഷേ അതിൻ്റെ ആരോഹണ അവരോഹണങ്ങളുടെ അതിനെ നിയന്ത്രിച്ചും മറ്റും ആ സ്വരമാധുര്യമോടെ പാടുമ്പോൾ പാട്ട് ഏറ്റവും സന്തോഷമാണ്. എന്നതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന ആ സന്തോഷം, അത് ദൈവത്താൽ നൽകപ്പെട്ടതാണ്. ആ നൽകപ്പെട്ടതിനെ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ സ്വീകരിക്കാനും അനുഗ്രഹിക്കപ്പെടുവാൻ തയ്യാറാകണം. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ, ജസ്റ്റ് പറഞ്ഞു വിടുന്ന 26:8 അബീമേലെക്ക് രാജാവ് ഇസഹാക്ക് തൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു, അവൾ എൻ്റെ സഹോദരിയാണെന്നൊക്കെ പറഞ്ഞു മറ്റുള്ളവർ തന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇദ്ദേഹം ഇസഹാക്ക് തൻ്റെ ഭാര്യയോടുകൂടെ വിനോദിക്കുന്നത് കണ്ടു. അവരൊരുമിച്ച് സ്നേഹത്തിൻ്റെ ഭാഷയിൽ, അവിടെ പറഞ്ഞിരിക്കുന്നത് പദം സ്പോർട്ടിങ് എന്നാണ്, പ്ലേയിങ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനേക്കാൾ ഒരു പരിധി കൂടിയാൽ ഒരു ഭാര്യയും ഭർത്താവുമാണ്, സഹോദരിയും സഹോദരനുമല്ല എന്ന് അബീമേലെക്കിനെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ആ അനുഗ്രഹങ്ങളിൽ കുടുംബജീവിതത്തിൽ ലഭ്യമാകേണ്ട എല്ലാ സന്തോഷങ്ങളും നൽകുവാൻ അന്യോന്യം ദൈവമക്കൾ തയ്യാറാകണം. അത് വചനം വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. മറ്റൊന്ന്, വിവാഹ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് വിശ്വസ്തതയാണ്, ഫെയ്ത്ത്ഫുൾനെസ് ആണ്. ഹോശയ 2:19, 20, മലാക്കി 2:14 വാക്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ മാരേജ് ഇസ് നോട്ട് എ കൺവീനിയൻറ്റ് റിലേഷൻഷിപ്പ്, ഇറ്റ് ഇസ് എ കവനൻ്റൽ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, പറ്റുമെങ്കിൽ കടന്നു പോകാവുന്ന ഒരു റിലേഷൻ അല്ല മാരേജ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് കവനൻ്റാണ്. നമ്മൾ ഒരു ഉടമ്പടി, ഭാര്യയും ഭർത്താവും ചേർന്ന് എന്ത് ചെയ്യുന്നു, കരങ്ങൾ പരസ്പരം ചേർത്ത് അവർ ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു ഉടമ്പടിക്ക് വേണ്ടി തയ്യാറാകുകയാണ്. ആ ഉടമ്പടി തീർച്ചയായിട്ടും പാലിക്കാനായിട്ട് കഴിയണം. പലപ്പോഴും ഈ മറ്റുള്ള പലതുമാണ് തടസ്സമായി വരുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ പരിചയപ്പെട്ട ഒരു ഫാമിലി, ആ ഫാമിലി, അദ്ദേഹം വിശ്വാസിയൊന്നുമല്ലാത്ത ഒരാൾ, അദ്ദേഹം സ്കൂളിലെ പ്യൂണാണ്. ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് സ്കൂൾ ടീച്ചേഴ്സ് എല്ലാം നല്ല ഡ്രസ്സിൽ, നല്ല ഒരുങ്ങിയാണ് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ പ്യൂണായി ഇദ്ദേഹം എന്നും സ്കൂളിൽ ചെല്ലുമ്പോൾ കാണുന്നത് വളരെ മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്ന ടീച്ചേഴ്സിനെയാണ്. പക്ഷേ ഇദ്ദേഹം വീട്ടിൽ വരുമ്പോൾ കാണുന്ന ഭാര്യ, വീട്ടിൽ പശുവുണ്ട്. ഈ പശുവിനെ വളർത്തുകയും ചാണകം വാരുകയും ഒക്കെ ചെയ്യുന്ന, വീട്ടിലെ പണി ചെയ്യുന്ന ഒരു ഭാര്യ സാരി ഉടുത്ത് എപ്പോഴും ഇങ്ങനെ റെഡിയായിട്ട് ഭർത്താവ് വരുമ്പോൾ നിൽക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇദ്ദേഹം കണ്ട അതുപോലത്തെ ഒരാളാകണം ഭാര്യ എന്നാണ് പുള്ളിയുടെ ചിന്ത. അത് ശരിയാണോ സഹോദരിമാരെ? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ജീവിതം എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധമുള്ളതായിരിക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം പ്രശ്നമുണ്ടാക്കുന്നു. ആ പ്രശ്നത്തിൻ്റെ പ്രധാനമായ കാര്യം, മറ്റു ചിലതിനെ നോക്കിയിട്ട്, ഈ മറ്റു ചിലതിനെയും ചിലരെയൊക്കെ നോക്കുമ്പോഴാണ് കുഴപ്പം. പണ്ട് ജോർജ് മാത്യു പുതിപ്പള്ളി അച്ഛൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു കുടുംബം, തൊട്ടടുത്ത് വേറൊരു കുടുംബം, അപ്പുറത്തെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ബൈക്കിൽ പോകുന്ന കണ്ടിട്ട് ഇവർക്ക് സഹിക്കുന്നില്ല. ഇപ്പുറത്തെ പുള്ളിക്കാരത്തി സഹിക്കുന്നത്, കാരണം കെട്ടിപ്പിടിച്ചിരുന്നാണ് പോകുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി വിഷമമൊക്കെ പറഞ്ഞ് അവസാനം ഒരു ദിവസം ആ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, എന്നാലും നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അസൂയുണ്ട്, നിങ്ങൾ ബൈക്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കെട്ടിപ്പിടിച്ചിരുന്ന് പോകുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരത്തി പറഞ്ഞു, എന്നെ 2 പ്രാവശ്യം തള്ളിയിടാൻ നോക്കിയതാ,
പോവുകയാണ് ഇങ്ങേരം കൊണ്ടോ പോകുമെന്നും പറഞ്ഞാണ് ഞാൻ ഈ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കാണുന്ന ഈ പുറത്ത് കാണുന്ന എല്ലാം അതുപോലെ യാഥാർത്ഥ്യമാകണമെന്നൊന്നുമില്ല. ഈ സ്നേഹമാണ് എന്ന് തോന്നുന്നതിനൊക്കെ ഇതുപോലത്തെ കുറേ സംഗതികളുണ്ടാകാം. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കി, മറ്റുള്ളവരുടെ രീതി നോക്കി അതുപോലെ താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്ത് പോകുകയല്ല. ആമേൻ, ഹല്ലേലൂയ. മൂന്നാമതൊരാൾക്ക് സാധ്യത കൊടുക്കുകയല്ല. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതാവസാനം വരെ ആമേൻ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. ആമേൻ. അതുപോലെ തന്നെ തുറന്ന് സത്യം പറയാൻ കഴിയണം. ഭാര്യയും ഭർത്താവും തമ്മിൽ മറച്ചു വെക്കാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കർത്താവിനെ സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? കർത്താവ് നമ്മുടെ കാന്തനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാന്തയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ലോകത്തിലെ ഏത് ബന്ധങ്ങളിലും ആമേൻ ചില കാര്യങ്ങളൊക്കെ ഒളിക്കാനുള്ളപ്പോൾ ഒന്നും ഒളിക്കാൻ പാടില്ലാത്ത ഒന്നാണ് എന്ത്? ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത്. ഈ നന്നായിട്ട് അറിയാവുന്നൊരു കാര്യം, ഒരു സഹോദരനെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അല്പം, ഇപ്പോൾ തലമുടിയൊക്കെ എല്ലാവരുടെയും പോകുന്നൊരു കാലമാണ്, തലമുടി തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വിഗ് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വിഗ് വെക്കുന്ന കാര്യം ഭാര്യയോട് പറഞ്ഞില്ല. രാത്രി ഉറങ്ങുമ്പോൾ പോലും അദ്ദേഹം വിഗ് വെച്ചുകൊണ്ട് പിന്നെ കിടന്നത്. പിന്നെ ഇദ്ദേഹത്തിന് എന്തോ തൊണ്ടയിൽ ചെറിയൊരു പ്രശ്നം, എന്തോ ഒരു രോഗമുണ്ട്. അതിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് ഭാര്യയോട് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, മരുന്ന് കഴിപ്പ് നിർത്തി. കാരണം ഭാര്യ അറിഞ്ഞാൽ ചോദിക്കും, അപ്പോൾ ഇദ്ദേഹം രോഗിയായിരുന്നു എന്ന് മനസ്സിലാക്കും. ദുഃഖകരമായ കാര്യം. ഞാൻ കഥ പറയുകയല്ല, എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നൊരു ഫാമിലിയെക്കുറിച്ചാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ രോഗം മൂർച്ഛിച്ച് ഗൾഫിലൊരു രാജ്യത്ത് ഈ മനുഷ്യൻ, ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ അദ്ദേഹം ലോകത്തുനിന്ന് വിട പറഞ്ഞു. എന്താ സംഭവിച്ചെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. തുറന്നു പറഞ്ഞതെങ്കിൽ ഏത് ഭാര്യ ഭർത്താവ് മരുന്ന് കഴിക്കേണ്ടെന്ന് പറയുന്നത്? ഭർത്താവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ഏത് ഭാര്യയുണ്ട്? പക്ഷേ തുറന്നു പറയാതെ പലതും ഒളിച്ചു വെച്ചത് കൊണ്ട് അവസാനം എല്ലാം തകർന്ന ഒരു സംഭവം ആമേൻ കാണുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഈ വിവാഹ ജീവിതത്തിൽ ഈ വിവാഹം നടത്തുന്ന ദൈവദാസന്മാർ പറയുന്നൊരു പദമുണ്ട്, അറിയാമോ? നിങ്ങൾ തമ്മിലുള്ള ഈ വിവാഹം ഇത് എവിടം വരെയാണ്? മരണം വരെയാണ്. സൗന്ദര്യം എന്ത് ചെയ്യും? കുറയും. ആരോഗ്യം എന്ത് ചെയ്യും? കുറയും. ഇതൊക്കെ സംഭവിക്കും. അതുവരെ എന്നല്ല, ജീവിതാന്ത്യം വരെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അന്യോന്യം വിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് വരട്ടെ. അടുത്തൊരു പദം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോവർബ്സ് 31:11 ആണ്. അന്യോന്യം ട്രസ്റ്റ്, അന്യോന്യം വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഈ പല ഭാര്യമാരുടെയും ഒരു കണ്ണിന് ഇച്ചിരി പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താ സംഭവം എന്നറിയാമോ? ഭർത്താവും ഭാര്യയും കൂടെ ചിലപ്പോൾ കിടന്നുറങ്ങാൻ നേരത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ ഈ മൊബൈലിൽ ഇരുന്ന് എന്ത് ചെയ്തു, അവരവരുടെ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഭാര്യയുടെ കണ്ണെപ്പോഴും ഒരു കണ്ണ് എന്നാ കാണുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഭാര്യമാർക്കൊക്കെ ഇങ്ങനെ ഒരു കണ്ണ് അങ്ങോട്ട് കൊടുത്തത് കൊണ്ട് ഇത്തിരി പ്രശ്നമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം ഇല്ലായ്മ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പല ചെക്കിങ്ങും കാര്യങ്ങളിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ദൈവത്താൽ യോജിക്കപ്പെട്ടവരെങ്കിൽ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് പറ്റിയ ഒരു തുണയെയാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തക്കതായ തുണയാണ് ദൈവം തന്നിരിക്കുന്നത്. ഇതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ദൈവം തന്നതാണെന്നുള്ള ആ ധൈര്യത്തോടെ തന്നെ മുൻപോട്ട് പോകാനും കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം വർദ്ധിക്കണം. പല ചിന്തകൾ, പല കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതിലേക്ക് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. ഇന്നത്തെ കാലം നമുക്കറിയാം, പണ്ടൊക്കെ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുൻപ് ചെറുപ്പക്കാരെ, വിവാഹം കഴിയാത്തവരെയാണ് നമ്മൾ കൂടുതൽ അപകടങ്ങളിൽ ചെന്ന് വീഴുന്നവരായിട്ട് കാണുന്നത്. പക്ഷേ ഇന്ന് സ്വന്തം മക്കളെ, ഭർത്താവിനെ ഒക്കെ ഇട്ടിട്ട് പോകുന്ന ഭാര്യ ഇട്ടിട്ട് പോകുന്ന ഭർത്താക്കന്മാർ, ഇങ്ങനെയുള്ള ചരിത്രം വല്ലാതെ കൂടുന്നതിൻ്റെ ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള മൊബൈൽ ഫോണും. എനിക്ക് നന്നായിട്ടറിയാം, ഒരു സഹോദരനെ, അദ്ദേഹം ഗൾഫിലുള്ള ജോലി ചെയ്തുകൊണ്ട സമയത്താണ്
അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. പക്ഷെ നല്ല ഒരു ജോലിയിലേക്ക് കൊണ്ടുവന്നു ദൈവം. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. ഒത്തിരി പൈസയൊന്നുള്ളൊരു സ്ത്രീയല്ല. പക്ഷേ ഇദ്ദേഹം ഭാര്യയെ നന്നായിട്ട് സ്നേഹിച്ചത് കൊണ്ട് ഈ വിവാഹം കഴിഞ്ഞ് താമസിയാതെ നല്ലൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു. നല്ലൊരു ഫോൺ എന്ന് പറഞ്ഞാൽ ഈ സെറ്റിങ്സ് എല്ലാമുള്ള ഒരു മനോഹരമായ സ്മാർട്ട് ഫോൺ. അതുകൊണ്ട് സംഭവിച്ച കാര്യം, കുറേ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി നല്ല പുതിയ സാധ്യതകളൊക്കെ കിട്ടി. അവരെ ഇങ്ങനെ ആരൊക്കെയായിട്ട് ചാറ്റ് ചെയ്തു. ഒരു പ്രാവശ്യം ഗൾഫിൽ നിന്ന് ഇദ്ദേഹം ചെന്നപ്പോഴേക്കും പുള്ളിക്കാരത്തി വീട്ടിലില്ല, ആരുടെ കൂടെ പോയി. ഇതും കഥയല്ല, നേരിട്ടറിയാവുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസം എന്നുള്ളത്, ആമേൻ, ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്താൽ നൽകപ്പെട്ട തുണ എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്ററായിട്ട് ഈ ലോകത്തിൽ, അല്ലേ സഹോദരന്മാരെ, ഈ ലോകത്തിൽ നിങ്ങളുടെ ഭാര്യയേക്കാൾ സുന്ദരി വേറെ ആരുമില്ല. മമ്മൂട്ടിയോട് ആരോ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞ് ഞാൻ വായിച്ചു, മമ്മൂട്ടിയോട് ചോദിച്ചു ഏറ്റവും സുന്ദരി ആരാന്ന് ചോദിച്ചു. പറഞ്ഞു ഏറ്റവും സുന്ദരി എൻ്റെ ഭാര്യ, അതുകൊണ്ടല്ലേ ഞാനുള്ള വിവാഹം കഴിച്ചേ. പ്രൈസ്. ഒത്തിരി സുന്ദരിമാരെയൊക്കെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ഓക്കെ സിനിമ നടനാകാം. അദ്ദേഹം പറയുകയാണ് എൻ്റെ ഭാര്യയാണ് ഏറ്റവും സുന്ദരി. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ചിന്ത സഹോദരന്മാരിൽ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭർത്താവ്, അത് ഇനി മറ്റ് പലരേക്കാൾ എനിക്ക് ഏറ്റവും അനുയോജ്യനായത്, എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനെയാണ് ദൈവം എനിക്ക് തന്നെന്ന് ഭാര്യമാരും ചിന്തിക്കാൻ തുടങ്ങിയാൽ, പ്രൈസ് ദി ലോർഡ്, ഒരു പ്രശ്നവും വരുന്നില്ല. ഇനി വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പ്രിയ സഹോദരൻ, വിവാഹത്തിൽ പ്രവേശിച്ചവരറിയാൻ വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വിവാഹത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് ഉണ്ടാകേണ്ട മറ്റൊരു കാര്യമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുഞ്ഞുണ്ണി മാഷ്? കുഞ്ഞുണ്ണി മാഷ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം നിമിഷ കവിയാണ്. അതായത് പെട്ടെന്ന് അദ്ദേഹം മരിച്ചുപോയി. ഒരു ചെറിയ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ അർത്ഥമുള്ള കവിതകളാണ്. അദ്ദേഹം കുടുംബജീവിതത്തെക്കുറിച്ചൊരു കവിത, ചെറിയ ചെറിയ കവിതകൾ അദ്ദേഹം രചിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കവിത ഇതാണ്: കാത് പാടില്ല കാന്തന്, കണ്ണ് പാടില്ല കാന്തയ്ക്ക്, എന്നാൽ ദാമ്പത്യം കാന്തമായിടും, ഇല്ലെങ്കിൽ കുന്തമായിടും. സംഭവം പിടികിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. എല്ലാം കാണാൻ പോകരുത്, എല്ലാം കേൾക്കാൻ പോകരുത്. കാണേണ്ടതേ കാണാവൂ, കേൾക്കേണ്ടതേ കേൾക്കാവൂ. രണ്ടുപേരും അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തില്ലെങ്കിൽ കുടുംബജീവിതം അത് അനുഗ്രഹമാകത്തില്ല എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അപ്പോൾ മാതാപിതാക്കൾ തമ്മിലുള്ള ഈ സ്നേഹം കണ്ടു വളരുന്ന തലമുറ. ലീന കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളിൻ്റെ സമയത്ത് ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മാതാപിതാക്കളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ എനിക്കറിയാം മാതാപിതാക്കൾക്കൊക്കെ മക്കളെക്കുറിച്ച് ഒത്തിരി ചിന്തകളുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അവരുടെ മുൻപിൽ എങ്ങനെയായിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഈ വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉപമ കർത്താവ് പറഞ്ഞു. ഈ വിത്ത് കുറേ എവിടെ പോയി? വഴിയരികിൽ വീണു, കുറേ പാറപ്പുറത്ത് വീണു, കുറേ മുള്ളിനിടയിൽ വീണു, കുറേ നല്ല നിലത്ത് വീണു. ഇതിൽ വിത്ത് എല്ലാം സെയിമാണ്, അതിൻ്റെ ഫലത്തെ അല്ലെങ്കിൽ കഴിവ് എല്ലാം സെയിമാണ്. പക്ഷേ വളരാനുള്ള അല്ലെങ്കിൽ പിന്നെ ഫലം പുറപ്പെടുവിക്കാനുള്ള കഴിവെല്ലാം ഈ വിത്തിലെല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ സാഹചര്യം എവിടെയാണോ അതിനനുസരിച്ചാണ് എന്ത് സംഭവിച്ചത്? ഇതിൻ്റെ വളർച്ചയിൽ പ്രശ്നങ്ങളുണ്ടായത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹീതരായിട്ട് വളരണമെങ്കിൽ ഒന്ന്, മാതാപിതാക്കൾ മാതൃകയോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നൊരു വസ്തുതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇയ്യോബിൻ്റെ വീട്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ഇവിടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കോട്ടേജ് മീറ്റിംഗ്, ഇവിടെ കോട്ടേജ് മീറ്റിംഗ് ഉണ്ടോ? പൊതുവെ അങ്ങനെ ഇല്ലല്ലോ. ഇല്ല എനിക്ക് തോന്നുന്നു. നാട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാ ചർച്ചിലും കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. ഓരോ വീട്ടിലും മാറി മാറി കോട്ടേജ് മീറ്റിംഗ് നടത്തുന്നു എന്നതുപോലെ ഇയ്യോബിൻ്റെ മക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ ടേൺ എത്തുമ്പോൾ ഓരോ വീട്ടിൽ എന്ത് ചെയ്യുന്നു? ഇവർ ഒരുമിച്ച് കൂടുന്നു. 3 സഹോദരിമാരുണ്ട്, അവരെയും കൂടെ വിളിക്കും. ഒരുമിച്ച് കൂടുന്നു, വളരെ സന്തോഷത്തോടെ പോകുന്നു. അവിടെ ഒരു പദം പറയുന്നുണ്ട്, ഇയ്യോബ് തൻ്റെ മക്കൾ ദൈവത്തെ ഹൃദയത്തിലെങ്കിലും ത്യജിച്ച് പറഞ്ഞ് പിന്നെ പാപം ചെയ്യുമോ എന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു? യാഗം കഴിക്കുമായിരുന്നു. അവിടെ ഒരു പദം ശ്രദ്ധിച്ചോ? ഓക്കെ. ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. എല്ലായ്പ്പോഴും ചെയ്തു വന്നു. അപ്പോൾ ഈ മക്കൾ ഒരുമിച്ചുള്ള ആ ഫെലോഷിപ്പ്,
പെങ്ങന്മാരെ കൂടെ വിളിക്കുന്നു, വളരെ സന്തോഷത്തോടെ പോകുന്നു. പക്ഷേ അതേസമയം തന്നെ ഇയ്യോബ് ചെയ്യുന്നു, ഹൃദയത്തിലെങ്കിലും, അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ഈ മക്കൾ ഒരിക്കലും പരസ്യമായിട്ട് ദൈവത്തെ ത്യജിക്കത്തില്ല. എന്താ കാര്യം? അവരുടെ അപ്പൻ വാക്കുകൊണ്ട് ത്യജിക്കുന്നവനല്ല, അപ്പൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടില്ല. പക്ഷേ അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഹൃദയം കൊണ്ട് പുറത്തു പറഞ്ഞെങ്കിലും അകത്തെങ്കിലും ചിന്തിക്കുമോ എന്ന് വെച്ച് ഇയ്യോബ് അവർക്ക് വേണ്ടി ഹോമയാഗങ്ങളെ കഴിക്കുന്നു, അവരെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയുന്നു, ഭവനത്തിൽ കുഞ്ഞുങ്ങൾ എന്ത് കാണുന്നു അതാണ് അവർ പലതും പിന്നെ ഏറ്റെടുക്കുന്നത്, അവർ പലതും അനുകരിക്കുന്നത്. ഇതൊക്കെയാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകയായിരിക്കണം. ഒരു ദിവസം പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം എവിടെയോ പോകുമ്പോൾ, ഈ പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ കളികളിൽ ഒന്നായിരുന്നു, എന്തായിരുന്നു? അപ്പനും അമ്മയും, അല്ലേ? ആങ്ങളെയും പെങ്ങളും അപ്പനും പപ്പായും മമ്മിയുമായിട്ട് കളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ചിരട്ട കൊണ്ട് പിന്നെ ചോറും കറികൾ, ഇലയൊക്കെ പറിച്ച് കറികൾ ഉണ്ടാക്കുന്നു, ചിരട്ട കൊണ്ട് അത് മണ്ണൊക്കെ ഇട്ടത് അത് ചോറാന്ന് പറയുന്നു, എന്നിട്ടത് വിളമ്പുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം നടന്നു പോയപ്പോൾ ഈ പിള്ളേർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന പെങ്ങൾ പറഞ്ഞു, ദേ ഭക്ഷണം റെഡിയായി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ ഭർത്താവായി അഭിനയിക്കുന്ന സഹോദരൻ കുനിച്ചു പിടിച്ചൊരു 5-6 ഇടി കൊടുത്തു പുള്ളിക്കാരത്തി കേട്ട്. അപ്പോൾ ഈ പോയ ദിവസം ഇതെന്നെ പരിപാടിയാണ്. അപ്പോൾ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം നടക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എന്താണോ കുഞ്ഞുങ്ങൾ കാണുന്നത് അതാണ് കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആത്മീയതയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും ആത്മീകരായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ മാതാപിതാക്കൾ മാതൃകയോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങളും അത് അനുകരിക്കും. മാതാപിതാക്കൾ ആത്മീയ കൂട്ടായ്മകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെങ്കിൽ കുഞ്ഞുങ്ങളും അതിന് പ്രാധാന്യം കൊടുക്കും. ഇന്ന് പകൽ ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, പലയിടത്തും ആമേൻ ഹല്ലേലൂയ മറ്റു പലതിലെ അല്ലെങ്കിൽ പഠനത്തിനൊക്കെ അമിതമായ പ്രാധാന്യം കൊടുത്ത് ആത്മീയ കൂട്ടായ്മകളെ പോലും മാറ്റി നിർത്തുന്ന അനുഭവം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറന്നുപോകല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ നാളുകളിൽ വളരുമ്പോൾ അവർ നേരോടെ നിൽക്കണമെങ്കിൽ അവർ ദൈവമുള്ളവരായി തന്നെ വളരണം. അവരെ ആത്മീയത ഒരിക്കലും നഷ്ടപ്പെടാൻ ഇടയാകരുത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ആ നിലയിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കണം. കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഗെയിംസ്, ഇന്നും അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ കാലത്ത് ഗെയിംസ് കളിക്കുമ്പോൾ ഒന്ന് അവർക്ക് മനസ്സിലാക്കുന്നു, എല്ലായിടത്തും there are laws, നിയമങ്ങളുണ്ട്. കാരണം എല്ലാ ഗെയിമിനും എന്തുണ്ട്? നിയമമുണ്ട്. 2, ഈ ഗെയിം കളിക്കാൻ വേണ്ടി ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ചിലരിങ്ങനെ നമ്മുടെ നാട്ടിൽ കള്ളത്തറക്കമൊക്കെ കാണിക്കും, അല്ലേ? അങ്ങനെ അന്ന് ഞാനിപ്പോൾ നിർത്തിയിട്ട് പോകുന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവരും പറഞ്ഞു തെറ്റാന്ന് അറിയാമെങ്കിൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകും. പിന്നെ ചിലപ്പോഴൊക്കെ ഗെയിമിൽ പരാജയപ്പെടും. അപ്പോൾ വിജയം മാത്രമല്ല പരാജയം ഉണ്ട്. ഇതൊക്കെ അവരറിയാതെ അവരുടെ മേൽ വരുന്ന ചില പാഠങ്ങളാണ്. അപ്പോൾ ഇന്ന് പക്ഷെ സംഭവിച്ച കാര്യം എന്താണ്? ഇന്നെല്ലാവരും എന്നെ ഗെയിമോ മക്കളെ? ടിഷ്യും ഞാൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവനെയും വെടിവെക്കുക, പബ്ജി, എല്ലാത്തിനും ആൻസർ ഇവിടെ നിന്ന് വരുന്നത്. ഈ എന്ന് പറഞ്ഞാൽ എല്ലാവരും വെടിവെച്ചിടുക, എല്ലാവരും കൊല്ലുക, അങ്ങനത്തെ ഒരു ഗെയിമാണ് ചെറുപ്പം മുതൽ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പിശാച് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫലം നമുക്കറിയാം ഇന്ന് കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. നമ്മുടെ കാലത്തൊക്കെ സാർമാരെ കാണുമ്പോൾ മുണ്ട് മടക്കി കുത്തിയവർ മുണ്ടഴിച്ചിടുന്നു, ബഹുമാനത്തോടെ ഇരിക്കുന്നു. ഇപ്പോൾ പിന്നെ പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ ചെന്നിട്ട് എന്ത് മോശമായ വാക്ക് പറയാൻ പോലും മടിയില്ലാത്ത നിലയിൽ ഇന്നത്തെ ശിഷ്യഗണം മാറിയിരിക്കുന്നു. ഈ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ ഓർത്ത് വല്ലാതെ പ്രാർത്ഥിക്കേണ്ട കാലമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് ഇപ്രകാരമുള്ള ഗുണ്ടാ സംഘങ്ങൾ കേരളത്തെ വാണുകൊണ്ടിരിക്കുന്ന കാലം. ദൈവമക്കൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലതും കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ സ്നേഹം കിട്ടാതെ വളർന്ന തലമുറകൾ, അല്ലെങ്കിൽ അമിതമായ ശിക്ഷ ചെറിയ പ്രായം മുതൽ അനുഭവിച്ചവർ. നിങ്ങൾ ഇതും ഒരു ദേവദാസൻ, ഒരു കൗൺസിലിംഗ് പഠിച്ചൊരു ദേവദാസൻ പറഞ്ഞ ഉദാഹരണം ഞാൻ പറയാം. ഈ മനുഷ്യനും കുരങ്ങൊക്കെ ആയിട്ട് പല കാര്യത്തിലും ഇച്ചിരി സാദൃശ്യമുള്ളതുകൊണ്ട് കുരങ്ങിൽ നടത്തിയ ഒരു പരീക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഈ കുരങ്ങുകളിൽ നടത്തിയൊരു പരീക്ഷണം. കുറച്ച് കുരങ്ങുകളെ പിന്നെ ഇവർ വളർത്താനെടുത്തിട്ട് അതിൽ തന്നെ 2ആയിട്ട് വിഭാഗിച്ചു. ഒരു കൂട്ടം കുരങ്ങുകൾക്ക് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കിടന്നുറങ്ങാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലം, പാല് കൊടുക്കുന്നത്, അതുപോലെ എല്ലാറ്റിലും നല്ല അന്തരീക്ഷം കൊടുത്തു.
പക്ഷേ ഒരു വിഭാഗം കുരങ്ങുകൾക്ക് കിടങ്ങാനുള്ള സ്ഥലത്ത് പിന്നെ മുള്ളുകൾ കൊടുത്തു, ഈ പാൽക്കുപ്പിയിലും അങ്ങനെ പലയിടത്തും ഇവർക്ക് ഈ എല്ലാം കൊണ്ട് ദുഷ്കരമായ കാര്യങ്ങൾ കൊടുത്തു. അങ്ങനെ കുറച്ച് നാൾ നിങ്ങളെ പരിപാലിച്ചതിന് ശേഷം ഈ വനത്തിലേക്ക് തുറന്നു വിട്ടു. അപ്പോൾ ഒരു കൂട്ടർക്ക് ജീവിതത്തിലെല്ലാം വളരെ സോഫ്റ്റായിട്ട് കിട്ടി, ഒരു കൂട്ടർക്കെല്ലാം കഠിനമായത് കിട്ടി. എന്നിട്ട് അവർ വാച്ച് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യം, ഈ സോഫ്റ്റായിട്ടുള്ള സാഹചര്യത്തിൽ വളർന്ന കുരങ്ങുകൾ കാട്ടിൽ കണ്ട മറ്റുള്ള കുരങ്ങുകളെ ആയിട്ട് അവർ പെട്ടെന്ന് കമ്പനിയായി, അവരൊരുമിച്ച് അതിൻ്റെ ഭാഗമായി, ഒരു കുഴപ്പമില്ലാതെ പോയി. പക്ഷേ ഈ കഠിനമായ സാഹചര്യത്തോടെ പോയ കുരങ്ങുകൾ മറ്റുള്ള കുരങ്ങളെ കാണുമ്പോൾ അവർ പേടിച്ചു, അല്ലെങ്കിൽ അങ്ങോട്ട് ആക്രമിക്കുന്ന ഭാവം കാണിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ കുരങ്ങുകൾ ഇങ്ങോട്ട് കാണിച്ചു. ഇവർ ഒരു പ്രത്യേകമായ രീതിയിൽ ആരോടും സഹകരിക്കാത്ത നിലയിൽ മാറുവാനിടയായി. ആ ദേവദാസൻ കൗൺസിലിങ്ങിൻ്റെ ആ ദേവദാസൻ പറഞ്ഞിങ്ങനെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹം യഥാർത്ഥമായി വീട്ടിൽ അറിയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, സഹോദരന്മാർ അല്ലെങ്കിൽ പിതാക്കന്മാർ അല്പം കൂടെ നിയമത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാ, അല്പം കൂടെ കർശനക്കാരാ. പക്ഷെ അമ്മമാർ എല്ലാറ്റിനെയും ഇച്ചിരൂടെ ഇമോഷണലായിട്ട് കാണുന്നവരാ, സ്നേഹം കൂടുതലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, മകൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്നിരിക്കട്ടെ, ഇന്നത്തെ കാലത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ടത്തെ എൻ്റെ കാലത്തുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ എനിക്കറിയാം. അപ്പം പറയും, പിന്നെ അവന് ഭക്ഷണം കൊടുത്തേക്കരുത്, ഞാൻ പറയാതെ ഭക്ഷണം കൊടുക്കരുത്. അപ്പൻ കർശനമായിട്ട് അവൻ ശരിയാകണം എന്ന് ചിന്തിച്ച് ചെയ്യുന്നു. പക്ഷേ അപ്പൻ ഉറങ്ങിക്കഴിയുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു? അടുക്കള വാതിൽ തുറന്ന് അപ്പൻ അറിയാതെ മകനെ അകത്ത് കയറ്റി ഭക്ഷണം കൊടുക്കുന്നു. ഇനി എങ്ങാനും അമ്മയോട് ചോദിച്ചാൽ പറഞ്ഞ മറുപടി എന്തായിരിക്കും മക്കളെ, സഹോദരിമാരെ? അമ്മയോട് ചോദിക്കുക എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ഒന്നും പറയുന്നില്ല. ഞാൻ 10 മാസം, ആദ്യം പറഞ്ഞ ഡയലോഗ് അതാ, പ്രൈസ് ദി ലോർഡ്, ഞാൻ 10 മാസം ചുമന്ന് കഷ്ടപ്പെട്ടതാ എന്നുള്ള ഒരു നിലയിൽ മറുപടി ആയിരിക്കും പറയുക. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം, ഇത് രണ്ടും ദൈവം വെച്ചിരിക്കുന്ന പ്രത്യേകതയാണ്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾ നിയമം അറിയണം, സത്യം അറിയണം. ഒന്നും കൂടി ഞാൻ പറയാം, ഈ മാതാപിതാക്കൾ വളരെ കഷ്ടത്തിലൂടെ പോയിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിയരുത് എന്ന് പറഞ്ഞ് എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് കൊടുത്ത മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ പിന്നീട് അവർക്ക് ഏറ്റവും ഭാരമായി തീർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മാതാപിതാക്കൾ കടന്നുപോയ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ അറിഞ്ഞ് അതുകൊണ്ട് മനസ്സിലാക്കി വളർന്ന തലമുറകൾ അവർ കാര്യങ്ങൾക്ക് മുൻപിൽ യാഥാർത്ഥ്യബോധത്തോടെ ഇടപെടാനിടയായിട്ടുണ്ട്. കാണുന്നില്ലേ, കേരളത്തിൽ സ്വന്തം അപ്പനെ കൊല്ലുന്നു, സ്വന്തം അമ്മയെ കൊല്ലുന്നു. പണ്ടൊരു ദൈവാസൻ പറഞ്ഞ് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ 5 വയസ്സുള്ളപ്പോൾ നിൻ്റെ ചുരിദാറെ പിടിച്ച് വലിച്ച് നിർബന്ധിച്ച് കിറ്റ്കാറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 18 വയസ്സാകുമ്പോൾ കഴുത്തെ കത്തി വെച്ച് ബൈക്ക് വാങ്ങിപ്പിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിലെ നിർബന്ധിച്ച് പലതും നേടാൻ കഴിഞ്ഞ ഒരു കുഞ്ഞ് ആ നിർബന്ധ ബുദ്ധിയിൽ വളർന്നിട്ട് പ്രായമാകുമ്പോഴും അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യത്തിലേക്ക് പോകുന്നു. ആ നിർബന്ധ ബുദ്ധി തുടരുന്നു. പലപ്പോഴും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ക്രമീകരിക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ഒന്നുകൂടെ പുറകോട്ട് പോകേണ്ടി വരും. എവിടെ മുതലാണെന്നറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. womb is the garden of personality. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അമ്മയുടെ ഗർഭപാത്രം എന്താണെന്ന് പറഞ്ഞ്? പേഴ്സണാലിറ്റിയുടെ ഗാർഡനാണ്, വ്യക്തിത്വത്തിൻ്റെ തോട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ പറയാൻ കാരണം എന്നറിയാമോ? ഇന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുന്ന എത്രയോ മുൻപ്, പ്രൈസ് ദി ലോർഡ്, ഒരാൾ വന്ദനം പറഞ്ഞപ്പോൾ അകത്തെന്ത് ചെയ്തു? വെള്ളത്തുള്ളി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കോഴ്സ് സാറ് പലപ്പോഴും പറയാറുണ്ട്, ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പുതുതായി ജനിച്ച കുഞ്ഞിനെ അദ്ദേഹം ഇങ്ങനെ കരങ്ങളെടുത്തിട്ട് സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിങ്ങനെ കണ്ണുമിഴിക്കുന്നത് എന്ന് വെച്ചാൽ അതിനോട് അനുകൂലമായൊരിത് കാണിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറയുന്നു, ഈ അമ്മ ഈ കുഞ്ഞുമായിട്ട് ഉദരത്തിൽ ആയിരിക്കുമ്പോൾ ആരാധനയിൽ പങ്കെടുത്തിട്ടുണ്ട്, സ്തോത്രം കേട്ടിട്ടുണ്ട്, സ്തോത്രം പറഞ്ഞിട്ടുണ്ട്, ഉദരത്തിൽ വെച്ച് തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നാട്ടിലൊക്കെ, ഇവിടെ പിന്നെ നമ്മൾ സംഗീത ഉപകരണങ്ങളൊക്കെ, നാട്ടിലാണെങ്കിൽ മെയിൻ സംഗീത ഉപകരണം എന്താണ്? ഡ്രമ്മാണ്. ഏതെങ്കിലും പെന്തക്കോസുകാരല്ലാത്ത ആരുടെയെങ്കിലും കുഞ്ഞിനെ ഡ്രം അടിക്കുന്ന ഒരു ഹാളിൽ കൊണ്ടുയിരുത്തിയാൽ വരുമ്പോൾ തുടങ്ങി പോകുന്നവരെ അത് കരയും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളായ ഡ്രമ്മിൻ്റെ അടുത്തിരുന്ന്
അടുത്ത് കിടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. കാരണം ഇത് ഉദരത്തിലായിരുന്നപ്പോൾ ഇതൊക്കെ പരിചിതമായി, ഈ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്ന കാര്യം, ഒരു കുഞ്ഞ് ഉദരത്തിൽ ആകുമ്പോൾ മുതൽ മാതാവ് മനസ്സ് വിഷമിച്ചാൽ അത് കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് പ്ലസന്റ് ആയിരിക്കണമെന്ന് പറയാറുണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു ചേർന്ന് ഓർമ്മ വരുന്നു, ഒരു കുഞ്ഞിന് ആത്മഹത്യാ വാസനയുണ്ടായി. ആത്മഹത്യാ വാസന എന്തുകൊണ്ടാണെന്നൊരു പിടിയില്ല. അവസാനം പല നിലകളിൽ പരിശോധിച്ച് വന്നപ്പോൾ ഇവർ കണ്ടെത്തിയൊരു കാര്യം, മൂന്നാമതും ഒരു പെൺകുഞ്ഞ് ഉണ്ടായപ്പോൾ അമ്മയും അപ്പനും പറഞ്ഞു, വേണ്ടായിരുന്നു, ഈ കുഞ്ഞ് വേണ്ടായിരുന്നു. ഈ മനസ്സിൽ പറഞ്ഞതാണ് അബോധ മനസ്സിൽ എങ്ങനെയോ അത് വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പറയുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്, അതിനെ കൊണ്ട് പറയുക. അതുകൊണ്ട് ആ കുഞ്ഞിൽ ആ വാസന ഉണ്ടാകാനുള്ള കാരണം അമ്മ വിഷമിച്ചതാ. ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നത് ആൺകുഞ്ഞാകട്ടെ പെൺകുഞ്ഞാകട്ടെ, ഇന്ന് ആൺപിള്ളേരെക്കാൾ അനുഗ്രഹം പെൺകുഞ്ഞുങ്ങളായി ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നൽകുന്ന ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ആ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം നൽകിയ ഗിഫ്റ്റാണ്. അതിൽ സന്തോഷിക്കാനായിട്ട് കഴിയണം. അനേകർക്ക് ആഗ്രഹിച്ചിട്ടും സാധിക്കാത്തിടത്ത് ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ആ അമ്മയുടെ മനസ്സിൻ്റെ സന്തോഷം ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പോലും പ്രതിരോധ ശക്തിയെ പോലും അതിനെ അനുകൂല ഘടകമാക്കി മാറ്റുമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ അവർ വളരുവാനുള്ള എല്ലാ മുഖാന്തരങ്ങളും ഒരുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയല്ല, ഒന്ന് ഓടിച്ച് പല മേഖലയിലൂടെ ഒന്ന് പോയെന്നേ ഉള്ളൂ. പണ്ടൊരാൾ പറഞ്ഞു, 3 ആമകളാണ് ക്രിസോസ്റ്റം തിരുമേനിയാന്ന് എനിക്ക് തോന്നുന്നു, കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന 3 ആമകളാണ്. കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ആമ പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ആമ കിട്ടും. 1 ക്ഷമയില്ലായ്മ, ഒന്നാമത്തെ ആമ. രണ്ടാമത്തേത് സ്നേഹമില്ലായ്മ. 3 വിട്ടുവീഴ്ച ഇല്ലായ്മ. അപ്പോൾ വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് അത് നമ്മുടെ ഓഫീസ് ജീവിതമല്ല, പട്ടാളച്ചിട്ട നടത്തുന്ന സ്ഥലമല്ല. ഡിസിപ്ലിൻ ആവശ്യമാണ്, പക്ഷേ അതല്ല അമിതമായി. ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവം, ഒരു വിവാഹം കഴിഞ്ഞ ഉടനെ ഡൈവോഴ്സ് സംഭവിച്ചു. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ഭാര്യ പേസ്റ്റ് എടുത്തപ്പോൾ ഇടയ്ക്ക് ഞെക്കി. ഭർത്താവ് പട്ടാളക്കാരൻ്റെ മോനാണ്, ഇവനും പിന്നെ ഡോക്ടറോ മറ്റോ ആയിരുന്നു. അപ്പോൾ ഇവനെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന ഒരറ്റത്തുനിന്ന് മാത്രമേ പേസ്റ്റ് ഞെക്കാവൂ, അല്ല ഇടയ്ക്ക് ഞെക്കാൻ പാടില്ല. അപ്പോൾ ഇവൻ കണ്ട വഴി ഇവൻ ഷൗട്ട് ചെയ്തു, കാരണം ഇവൻ പട്ടാളക്കാരൻ്റെ മോനും കൂടിയാണല്ലോ. ഭാര്യ അന്നേരം തന്നെ അവളുടെ വീട്ടിൽ പോയി. അപ്പോൾ ഈ പട്ടാളച്ചിട്ട് നടപ്പാക്കുന്ന സ്ഥലമല്ല നമ്മൾ ഡിസിപ്ലിൻ. ഞാൻ വീണ്ടും പറയുന്നു, ഡിസിപ്ലിൻ വേണ്ടെന്നല്ലേ പാസ് വെച്ച് ഡിസിപ്ലിൻ വേണ്ടെന്ന് പറഞ്ഞെന്ന് പറയരുത്. തീർച്ചയായിട്ടും അതെല്ലാം അതിൻ്റെതായ നിലയിൽ പഠിക്കണം. പക്ഷേ പട്ടാളച്ചിട്ട് നടപ്പാക്കുന്ന സ്ഥലമല്ല കുടുംബജീവിതം എന്ന് നന്നായിട്ട് ഓർത്തിരിക്കുക. ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ ആ വിട്ടുവീഴ്ച മനോഭാവത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കണം. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഭാര്യയും ഭർത്താവും 25th ആനിവേഴ്സറി ആഘോഷിച്ചപ്പോൾ അടുത്തുള്ള ആളുകൾ വന്ന് അവരോട് ചോദിച്ചു, സാധാരണ വീടുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല, ആദ്യത്തെ വർഷം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും, 2ാം വർഷം ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും, 3ാം വർഷം രണ്ടുപേരും കൂടെ പറയുന്നത് നാട്ടുകാർ കേൾക്കും. ഇങ്ങനെയൊക്കെയാണ് പല കുടുംബങ്ങളും. അപ്പോൾ ഈ വീട്ടിൽ നിന്നും ഇന്നേ വരെ ഒരു പ്രശ്നമോ ഒരു ബഹളമോ ഉണ്ടായിട്ടില്ല. അപ്പോൾ 25ാം വാർഷികത്തിൽ വന്ന ആളുകൾ, അയൽപക്കക്കാരെല്ലാം കൂടെ പറഞ്ഞു, എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം, ഇത്ര വർഷമായിട്ട് ഒരിക്കൽ പോലും ഇവിടെ നിന്നൊരു ബഹളം ഞങ്ങൾ കേട്ടിട്ടില്ല, ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. എന്താണ് അതിൻ്റെ രഹസ്യം? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ആ ദിവസം തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു, എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ പരസ്പര ആശയത്തിൽ അല്ലെങ്കിൽ ഒരു വിരുദ്ധ സംഭാഷണം ഉണ്ടാകാൻ സാധ്യത വന്നാൽ ഭാര്യ അടുക്കളയിൽ പൊക്കോണം, ഭർത്താവ് വാക്കിന് പൊക്കോണം. അത് ഈവനിങ് വാക്ക് മോർണിംഗിലായാലും എന്ത് ചെയ്യണം? നടക്കാൻ പൊക്കോണം. അദ്ദേഹം പറഞ്ഞ അടുത്ത പദമാണ്, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഇന്നേ വരെ എൻ്റെ ഈവനിങ് വാക്ക് നിർത്തിയിട്ടില്ലെന്ന്.
അപ്പോൾ വ്യത്യാസം ഇല്ലാഞ്ഞിട്ടല്ല, അഭിപ്രായ വ്യത്യാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാതെ അവർ ഒഴിവാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ വിവാഹ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹത്തോടെ എപ്പോഴായിരിക്കും ഒരിക്കലും ചിന്തിക്കേണ്ട. യാഥാർത്ഥ്യ ജീവിതത്തിൽ രണ്ട് വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം ഒരുപോലെ ആകണമെന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യത്യസ്തത പറയുമ്പോൾ, ഭർത്താക്കന്മാരെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഒരു സമയത്ത് അവർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ 4 പാടം നോക്കി വണ്ടി ഓടിച്ച് എങ്ങനെ ഉണ്ടാവും? വണ്ടി എവിടെ പോയി എന്ന് ചോദിച്ചാൽ മതി, അല്ലേ? അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എപ്പോഴും നേരെ നോക്കി, റോഡ് ശ്രദ്ധിച്ച്, എതിർ വരുന്ന വാഹനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി. ഇവിടെയാണെങ്കിൽ നമ്മൾ പുറകിലത്തെ വാഹനങ്ങളുടെ റിയർ മിറ്റ് നോക്കിയാണ്. നാട്ടിൽ അങ്ങനെ അധികം ചെയ്യേണ്ടി വരാറില്ല. കാരണം എതിരെന്ന് വരുന്ന ഇടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അത് നോക്കി പോകണം. അതുകൊണ്ട് വേറെ നോക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ വാഹനം ഓടിക്കുന്നയാൾ ഏകാഗ്രതയോടെ പോകണം എന്നതുപോലെ കുടുംബത്തെ നയിപ്പാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാണ്. ഒരു ഭാര്യ ഒരു ദിവസം ഒരു കൗൺസിലറുടെ അടുത്ത് വിഷമത്തോടെ എന്ന് പറഞ്ഞു, പിന്നെ എൻ്റെ ഭർത്താവ് രാവിലെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഞാൻ പോയി ഒരു കാര്യം പറഞ്ഞു, പുള്ളി ഒന്ന് മൂളി. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, പുള്ളി മൂളി. പക്ഷേ എനിക്കറിയാം പുള്ളിക്കാരൻ ശ്രദ്ധിച്ചിട്ടില്ലെന്ന്. ഞാൻ പറയുന്നൊന്നും ഈ മനുഷ്യൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഗുഡ്, കൊള്ളാം. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, ഞാൻ പറഞ്ഞ നിങ്ങൾ മര്യാദയ്ക്ക് കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം പേപ്പർ വായിൽ മുഴുകിയിരിക്കുമായിരുന്നു. ഇങ്ങനെയുണ്ടോ ഭർത്താക്കന്മാർ? അപ്പോൾ ഈ കൗൺസിലർ പറഞ്ഞു, ഈ പുരുഷന്മാരുടെ സ്വഭാവം ഇതാണ്, ഒരു സമയത്ത് അവർക്ക് ഒരു കാര്യമേ ശ്രദ്ധിക്കാൻ പറ്റൂ. പക്ഷേ സഹോദരിമാരുടെ ഗുണം എന്താണെന്നറിയാമോ? ഒരേ സമയം പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യും? അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ തൂക്കാൻ പോകും. തൂത്ത് പകുതിയിട്ട് വെച്ച് അടുത്ത് തുണി എടുത്ത് വേറെ കാര്യത്തിന് പോകും. അതിനിടയ്ക്ക് ഓടി വന്ന് അടുക്കള കാര്യം, ഇതെല്ലാം കൂടെ എല്ലാ കാര്യം ശ്രദ്ധിക്കുന്നവരാണ് സഹോദരിമാർ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കാര്യം മാത്രം നോക്കിപ്പോയാലും പ്രശ്നമില്ലേ? ഇല്ലേ? വേറൊരു കാര്യം ശ്രദ്ധിക്കാതെ പോയാൽ, ഒരു കാര്യം മാത്രം നോക്കിപ്പോയാൽ പ്രശ്നമില്ലേ? ഉണ്ട്. അപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചോളം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മുൻപോട്ട് നയിക്കുന്നൊരു വ്യക്തി പ്രധാനമായ ലക്ഷ്യത്തിലേക്ക് നോക്കണം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് എല്ലാം ശ്രദ്ധിക്കാൻ, ഒരേ സമയം പലതും ശ്രദ്ധിക്കാൻ കഴിവുള്ള ഒരു ഭാര്യ തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടു പേരും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ശാരീരികമായ വിഷയത്തിലും മാനസികമായ കാര്യത്തിലും വൈകാരികമായിട്ടുള്ള ഈ വ്യത്യസ്തതകളെല്ലാം പരസ്പരം പൂരകമാണ്, കോംപ്ലിമെൻ്ററിയാണ് എന്ന് മനസ്സിലാക്കി ഭർത്താവിനെ പോലെ ഭാര്യയാക്കാൻ ശ്രമിക്കാതിരിക്കുക, ഭാര്യയെപ്പോലെ ഭർത്താവിനെയും ആക്കാൻ ശ്രമിക്കാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യുക? കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങളോട് മറ്റുള്ളവർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും. എനിക്കറിയാം നിങ്ങളൊക്കെ വളരെ നല്ല അനുഗ്രഹീതമായ കുടുംബജീവിതം നടത്തുന്നവരാണ്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വചനപ്രകാരം നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ പുറമേ നിന്നുള്ളതുണ്ട്, അകത്തുനിന്നുള്ളതുണ്ട്. പക്ഷെ ഇതിനെല്ലാം പരിഹാരം ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ജീവൻ നയിക്കുക എന്നുള്ളതാണ്. ആമേൻ. കുടുംബം എന്ന സ്ഥാപനത്തെ ഈ ലോകത്തിൽ സ്ഥാപിച്ച ദൈവം, ആ ദൈവം പറഞ്ഞ നിയമമനുസരിച്ച്, ആ വചനമനുസരിച്ച് ഭർത്താക്കന്മാരും ഭാര്യമാരും ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്നു, കുടുംബജീവിതം അത് സന്തോഷമായി തീരും, അത് അനുഗ്രഹമായി തീരും. അതിനാൽ ദൈവം നമ്മെ ആ നിലയിൽ മുന്നേറുവാൻ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയും ആമേൻ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ ക്ഷണിച്ചതിൽ അവസരം തന്നതിൽ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.